നമ്മളെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു പാട് തന്നെയാണ്. കറക്റ്റ് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. പ്രീമിയർ പ്രോയിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം. നമ്മളൊരു 2-3 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നത്. അതിനകത്തൊരു പ്ലഗിനാണ്, ആപ്ലിക്കേഷൻ അല്ല, ഒരു പ്ലഗിനാണ്. ഓട്ടോക്കട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഞാൻ ഈ സംഭവം എടുക്കുന്നതാണ് ചേട്ടാ. നമ്മൾ വിൻഡോയിൽ പോയിട്ട് എക്സ്റ്റൻഷൻ ഓട്ടോക്കട്ട് എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒരു മെയിൽ ഐ ഡി മാത്രം മതി. മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പ്രീമിയറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്രീമിയർ പ്രോയിൽ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ നമുക്ക് ട്രയൽ വെർഷനായിട്ട് ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്യാം. ട്രയൽ വെർഷനായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യുക. അത്രത്തോളം അടിപൊളി ആപ്ലിക്കേഷനാണ്. കാരണം ഭയങ്കര ഫാസ്റ്റ്, നമ്മുടെ വർക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ടൈം കിട്ടും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ കിടലുള്ള സംഭവമാണ് കേട്ടോ. പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ കിടലാണ്. പിന്നെ ഓട്ടോ സൂം ഓപ്ഷൻ ഉണ്ടാവും, കാണിച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ എന്നാൽ സൈലൻസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ട് സൈലൻ്റ് ആവാം. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആ സൈലൻസൊക്കെ ഓട്ടോമാറ്റിക് കട്ട് ചെയ്യാം. പിന്നെ അടുത്ത് പറഞ്ഞാൽ പോഡ്കാസ്റ്റ്, അത് കിടിലൊരു സാധനം. വെച്ചാൽ നമ്മൾ 3-4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നൊരു സംഭവം നമ്മൾ മാനുവലി ഇരുന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഓരോരോ ഫേസ് എങ്ങനെയാണ് വരുന്നത് അത് കറക്റ്റ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഓട്ടോക്കട്ട് എന്ന് പറയുന്നത്. പിന്നെ സൂം കൊടുക്കാം. പിന്നെ ഓട്ടോ ക്യാപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ 2022 വർഷമായിട്ടാണ് ഓട്ടോ ക്യാപ്ഷൻ വർക്ക് ചെയ്യാത്തത്. 2023 വർഷം തൊട്ട് ഓട്ടോ ക്യാപ്ഷൻ വർക്ക് ചെയ്യും. ആദ്യം നമുക്ക് ഓട്ടോക്കട്ട് സൈലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക, ഓട്ടോക്കട്ട് സൈലൻസിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഓട്ടോക്കട്ട് സൈലൻസിൽ പഴയ വെർഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോക്കട്ട് V2 എന്ന് പറഞ്ഞ വെർഷനാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് AI വെർഷനാണ്. ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് എത്ര ഡെസിമലിൽ താഴെയുള്ള സൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്യൂറേഷൻ, പിന്നെ സൈലൻസ് മ്യൂട്ട് ചെയ്യണോ അതോ റിമൂവ് ചെയ്യണോ എന്നുള്ളത് കൊടുക്കാം. പിന്നെ ട്രാൻസിഷൻ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും കൊടുക്കും. ജെ-കട്ട് എൽ-കട്ടുമാണ് നമുക്കുള്ളത്. ജെ-കട്ട് മാത്രമായിട്ട് കൊടുക്കാം, എൽ-കട്ട് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജെ-കട്ട് എൽ-കട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? വളരെ ഫാസ്റ്റായിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ നമ്മൾ സൈലൻസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ വരും. ഇതിനകത്ത് അടുത്ത ഓപ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സൂം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി വേണമെങ്കിൽ നമുക്ക് ഓട്ടോ സൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ അതാ വന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ എത്രത്തോളം സൂം ചെയ്യണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രത്തോളം നമുക്ക് സൂം ചെയ്യാം. സൂം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സൂം കുറയ്ക്കാം, ഇവിടെ കുറയ്ക്കാം. ഇപ്പോൾ 135, 120 മതിയെങ്കിൽ അതെ, 115 മതിയെങ്കിൽ ഒരുപാട് സൂം വേണമെങ്കിൽ കണ്ടാ അതിനനുസരിച്ച് ആ ഒരു സ്ക്രീനിങ് മാറും. അപ്പം സൂം കൊടുത്തിട്ട് നമ്മൾ ആ ഏതൊക്കെ ക്ലിപ്പ് വേണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൂം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ സൂം ഓപ്ഷനും ആഡ് ആവും. ഓട്ടോ കട്ടിൻ്റെ അടിപൊളി ഒരു പോഡ്കാസ്റ്റ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം മുമ്പ്. ലോക്ക് ചെയ്തിരിക്കുന്ന വീൽ തന്നെയാണെങ്കിൽ അത് 17 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. ടയർ പ്രൊഫൈൽ വരുന്നത് 285/70 സസ്പെൻഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ട്വിറ്ററിൽ കണ്ടതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് ആ സെയിം പാറ്റേണിൽ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം നല്ല ഹെവി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് കണ്ടല്ലോ, ഓരോ കട്ടിങ് ഏരിയ ഉണ്ടല്ലോ വളരെ സ്മൂത്തായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു രസമുണ്ട്. ആ കട്ടിങ് കാണാൻ നല്ല ഭയങ്കര രസം തന്നെയാണ്. ഇനി അടുത്ത പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് അടിപൊളിയാണ് കേട്ടോ, ഇതിനെക്കാട്ടി അടിപൊളിയാണ്. അടുത്ത പോഡ്കാസ്റ്റിനായിട്ട് നമ്മൾ ഈ 2 ക്യാമറ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓട്ടോക്കട്ട് പോഡ്കാസ്റ്റിലേക്ക് പോവുകയാണ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് നമ്മുടെ സീക്വൻസിൽ ഏതൊക്കെ ഓഡിയോ ആണ് കിടക്കുന്നത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഇതിനകത്ത് ഫസ്റ്റ് ഓഡിയോ എൻ്റെയാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഡിയോ അരുൺ എടുത്തു. സെക്കൻഡ് ഓഡിയോ കണ്ണൻ്റെ ആണ്. പിന്നെ അതുപോലെ വീഡിയോ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വീഡിയോ അരുൺ, സെക്കൻഡ് വീഡിയോ കണ്ണൻ. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഡിലേ ടൈം എത്ര സെക്കൻഡ് ഒരാളെ കാണിക്കണം എന്നുള്ളതാണ്. അത് പല രീതിയിൽ, ഇപ്പോൾ കാം ഉണ്ട്, പേസ്ഡ് ഉണ്ട്, എനർജറ്റിക് ഉണ്ട്. എനർജറ്റിക് കൊടുക്കുക 20 സെക്കൻഡൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. 30 സെക്കൻഡ് ആക്കണമെങ്കിൽ 30 സെക്കൻഡ് ആക്കാം. 20 സെക്കൻഡ് മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. 25 കൊടുക്കാം. നമുക്ക് 25 സെക്കൻഡ്സ് മാക്സിമം കാണാം. അതിൽ കുറച്ച് ആളുടെ വോയിസ് എത്രത്തോളം ഉണ്ട് ആ സമയം കാണിക്കും. ഇനി റിമൂവ് ഓർ ഡിസേബിൾ, അങ്ങനെ റിമൂവ് ചെയ്യാം. ആ ഒരു വോയിസ് ഇല്ലാത്ത സ്ഥലത്ത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പോഡ്കാസ്റ്റ് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓട്ടോ ക്യാപ്ഷൻ നമ്മുടെ ഈ ഒരു പ്രീമിയറിൽ വർക്ക് ചെയ്യില്ല. 2021 വർഷത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ മിനിമം പ്രീമിയർ പ്രോ വേണ്ടത് 2022 വർഷമാണ് കേട്ടോ. 22 വർഷം തൊട്ട് മുകളിലോട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓട്ടോ ക്യാപ്ഷൻ വേണമെങ്കിൽ
ഫോട്ടോ ക്യാപ്ഷൻ നമുക്ക് സബ്ടൈറ്റിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒരു ഓപ്ഷനാണ്. പക്ഷേ ഈ വെർഷനിൽ വർക്ക് ചെയ്യില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിംഗിൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ പോഡ്കാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എഡിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതേ കണ്ട ഫുഡിൻ്റെ കൊതിയെ കുറിച്ചിട്ടാണ്. കണ്ണ ഏതൊക്കെ ഫുഡ് ആയിരിക്കും ഇഷ്ടം? എനിക്ക് മൊത്തത്തിൽ ചോദിച്ചാൽ കുറെ ഫുഡ് ഇഷ്ടമാണ്. ഇപ്പൊ ആസിഫിയുടെ പിന്നെ വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഡോമിനോസ് അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ അത് എണ്ണാൻ പറ്റത്തില്ല. ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? ഏറ്റവും ഫേവറേറ്റ് ഫുഡ് നമ്മള് റാവീസി പോത്തില്ലേ, അതിന്റെ അടുത്തൊരു അമ്മച്ചിയുടെ കടയുണ്ട്. അതിന്റെ ബെസ്റ്റ് ഊണാ. അത് ഊണാണ് അതിന്റെ മെയിൻ സാധനം. അത് കഴിക്കണം. പൊളിയാ, പയളും. ഈ ഫാസ്റ്റ് ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ആരാണ് സംസാരിക്കുന്നത് അവരുടെ ഫേസിലേക്ക് ക്യാമറ സ്വിച്ച് ആയി പോവുകയാണ്. 2 ക്യാമറയിൽ എടുക്കുക. ഒന്ന് നമ്മൾ ഫോണിലെടുത്തൊരു വിഷ്വൽ, എൻ്റെ വിഷ്വൽ ഫോണിലെടുത്തു, കണ്ടത് ക്യാമറയിലെടുത്തു. രണ്ടിനും സെപ്പറേറ്റ് വിഷ്വലായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന ആരാണോ അയാളിലേക്ക് ആ ഒരു വിഷ്വൽ സ്വിച്ച് ആവുന്നത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് ചെയ്തതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ട്രയൽ വെർഷൻ ഉപയോഗിക്കാം. ട്രയൽ വെർഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രയൽ വെർഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഫാനായി പോകും. ഉറപ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യും. അതുപോലെ ആദ്യമേ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പല കാര്യത്തിലും നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ നമുക്കൊരു കൂപ്പൺ കോഡുണ്ട്. ഒരു 20% ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു കൂപ്പൺ കോഡ് കിടപ്പുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂപ്പൺ കോഡ് ഒരു ലിങ്ക് കിടക്കുന്നത് കേട്ടോ. ആ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ഇത് പർച്ചേസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.